ഇനി ഏഴാമത്തെ ദിവസമാണ്. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. രാവിലെ ഇങ്ങനെ നീക്കാനൊക്കെ നല്ലൊരു എനർജി, അത്രയും മടി പിടിച്ച മൈൻഡ് വെറുതെ ജിമ്മ കട്ടത്തുണ്ടായിരുന്നു. പുതിയ ഫോൺ പഴത്തിന്റെ ഒരു വലിപ്പം ബുക്ക് വായിക്കാൻ പോകാൻ ചാനൽ പുതിയ ഉണ്ടാക്കിയ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ വായിക്കാൻ മനസ്സിലായത് ഇന്നത്തെ ഔട്ട്ഡോർ വാക്കിംഗ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. നമ്മൾ ഒരാഴ്ച നമ്മളെ 75 ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുമ്പോൾ മാക്സിമം മാറ്റങ്ങൾ വരുത്തും. അടിപൊളിയാക്കണം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. പിന്നെ എന്താ ഫസ്റ്റ് കുപ്പി വെള്ളം കുടിച്ച് പകുതിയായിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് ജിമ്മിലേക്ക് നേരെ വിടാം. അതിൽ വിളിച്ചിട്ട് അതിൽ നിന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും രാവിലെ അങ്ങനെ എണീക്കാനൊക്കെ നല്ലൊരു എനർജിയാണ്. കുറച്ച് ദിവസം കൊണ്ട് ആയി വന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് മാറാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റിയില്ല, അപ്പം നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. കാരണം അത്രയും മടി പിടിച്ച മൈൻഡിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ മാറിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ചെറുക്കനത് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാൻഡർ അത്യാവശ്യം ആളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ജിമ്മിലേക്ക് വിടാം. അത്യാവശ്യം നല്ല സ്റ്റെപ്പ് കയറാനുള്ളതുകൊണ്ട് കുറച്ച് വാങ്ങുമ്പോൾ അങ്ങനെ കിട്ടും. വെറുതെ അല്ല ജിമ്മൊക്കെ അട്ടത്ത് കൊണ്ടുപോയി വെക്കണത്. അങ്ങനെ അതിൽ കറക്റ്റ് ടൈമിൽ ആദ്യമായിട്ട് വന്ന് ഞാൻ കണ്ട്. എന്താ നമ്മളെ അർജേട്ട പുതിയ ഫോൺ എടുത്തിന് 15 iPhone 15 എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരു അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. സ്ഥിരം റൊട്ടീൻ കഴിക്കാൻ നിൽക്കുക. പഴത്തിൻ്റെ ഒരു വലിപ്പം കണ്ട ഒരു 1.5 പഴമാണ്. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചാട്ടെ, സെറ്റാക്കിയിട്ട് വേണം നേരെ വർക്കിന് വിടാൻ. കുറച്ച് വൈകിട്ടുണ്ട്. നമ്മുടെ കുളിയും പരിപാടി കഴിഞ്ഞ് ഇനി നേരെ വർക്കിന് പോവാം. നമ്മൾ ബുക്ക് വായിക്കാൻ പോവാണ്. ഇനി ഇത് 10 പേജ് വായിച്ചങ്ങ് തീർക്കുക. പിന്നെ ഇതാ 4ാമത്തെ കുപ്പി വെള്ളമാണ്. ഇന്നത്തെ ടാസ്കുകൾ ഏകദേശം ഇനി ഈവനിങ് വാക്കും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ തീരുമാനമായിരിക്കണം. ഇന്ന് ടോട്ടലി ഇത്തിരി തിരക്കുള്ളത്. ഇനി ആകെ ഇന്ന് ലേറ്റായി. എഡിറ്റിങ്ങും വീഡിയോ എടുക്കാനും ഒക്കെ ബുക്ക് വായിക്കാനൊക്കെ ഇന്ന് ലേറ്റായി. എഡിറ്റിംഗ് തന്നെ ഒരുപാടുണ്ട്. 2 വീഡിയോ പെൻഡിങ് വന്ന് ചാനൽ പുതിയത് ഉണ്ടാക്കിയതിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് കുറച്ച് നേരെ വൈകിപ്പോയി പോവാണ്. അപ്പൊ ഇന്ന് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ ചെയ്തങ്ങ് തീർത്ത്. എന്താ പറയുക, പിന്നത്തേക്ക് വെച്ചാൽ അത് നമുക്ക് ലോഡ് കൂടുള്ളൂ. അപ്പൊ ഇന്നാണ് ക്ലിയർ ആക്കിയപ്പോ ഇനിയിപ്പോ നാളെ മുതൽ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ പോയി ചെയ്യാം. അപ്പം എന്തായാലും ബുക്ക് വായിച്ചിട്ട് ഇന്ന് നമ്മൾ വായിച്ചിട്ട് മനസ്സിലായത് വെച്ചാല് ഒരു ഹാബിറ്റ് ആയാലും എന്തെങ്കിലും ഒരു കാര്യങ്ങളായാലും നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കറക്റ്റ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബ്രെയിനിന് അത് സിമ്പിളായിട്ട് മാറും. അപ്പം നമുക്ക് അത് ഇപ്പം എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും സ്പീഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ടൈം നമുക്ക് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റഡി. നമ്മളിന്ന് പഠിച്ച കാര്യം ഇതാ: പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഔട്ട്ഡോർ വാക്കിങ്ങിന് വേണ്ടി നമ്മൾ ഇറങ്ങി. ഇതാ കണ്ണേട്ടൻ്റെ കൂടെ. ഈ കാണുന്നതാണ് നമ്മുടെ ഫറോക്ക് കോളേജ് അങ്ങാടി. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അങ്ങനെ നമ്മൾ ഇന്നത്തെ ടാസ്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കി. സെൽഫി എടുത്തു, രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞു, 4 ലിറ്റർ വെള്ളം കുടിച്ചു, നല്ല ഫുഡായിരുന്നു, 10 പേജ് ബുക്ക് വായിച്ചു, പിന്നെ വൈകുന്നേരത്തെ വാക്കിങ് സെറ്റാക്കി, പിന്നെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത്. ഇതിങ്ങനെ ഫുള്ള് ടിക്ക് ഇടുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ട്. അത് വേറെ ലെവല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. എന്തായാലും നമുക്ക് ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്.